കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഡാലസ് പ്രയർ ലയൻ, അതുപോലെ സന്ധ്യ സിസ്റ്റർ നയിക്കുന്ന പ്രയർ ലയൻ, അതിലേക്ക് എനിക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു. ഒരിക്കൽ കൂടി നന്ദി കരയറ്റുന്നു. ഞാൻ ഇപ്പോൾ ഡാലസിലാണ്. സൂസൻ ആൻറ്റിയുടെ ഭവനത്തിലാണ് താമസിക്കുന്നത്. മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. എന്നോട് ഇങ്ങനെ ഈ സൺഡേ മോർണിംഗിൽ ഒരു സാക്ഷ്യം ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചു. എനിക്ക് സന്തോഷം. പ്രയർ ലൈനിലെ വചന ശുശ്രൂഷകൾ കേട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, വചന ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുവാനിടയായി. ലീഡ് ചെയ്യുന്നതും ഇതിൽ പ്രയറിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ഇരുന്ന് അതിനെ ശ്രവിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അത് ദാഹമില്ലാത്ത ആർക്കും കഴിയുകയില്ല. അങ്ങനെ ദാഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രഭാതത്തിൽ എന്നോട് സാക്ഷ്യമാണ് പറയാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ക്ലിയർ ആണല്ലോ? കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് നെടുമങ്ങാടാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പേര് ഷിജു RS നായർ എന്നാണ്. ഞാൻ വിശ്വാസത്തിലായിട്ട് ഇപ്പോൾ 30 വർഷമായി. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നെടുമങ്ങാട് ആയിട്ട് ഞങ്ങൾക്കൊരു സഭയും കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രീസ് എന്ന് പറയുന്നൊരു ചർച്ചുണ്ട്. ചർച്ചിനും അതിൻ്റെ വിവിധ ബ്രാഞ്ച് ചർച്ചസുകളുമായി നിർത്തിയിരിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മ ശ്രീജു RS എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ പേര്. ഞങ്ങൾ രണ്ടുപേരും, ഞങ്ങൾ ഫുൾ എൻ്റെ ഫാമിലി ഒരുമിച്ച് കർത്താവിൻ്റെ പേരിലായിരിക്കും. എനിക്ക് ഒരു ഭാര്യ രാജി പേര്, അതുപോലെ 3 മക്കള്, ഫെയ്ത്ത്, നദാന്യ, ബെൻ, ഷാലോ. അങ്ങനെ 3 കുഞ്ഞുങ്ങളെ, 2 ആണും ഒരു പെൺകുട്ടിയുമായിട്ട് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എൻ്റെ 16ാമത്തെ വയസ്സിലാണ് ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് വളരെ ശക്തമായ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തനായ ഒരു പ്രവർത്തകനായിരുന്നു എൻ്റെ അപ്പൻ, പിതാവ് രാമചന്ദ്രൻ നായർ. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ പിതാവ് ഒരു കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ വിസയൊക്കെ സംഘടിപ്പിച്ച് സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെ ചെന്ന് സാമ്പത്തികമായിട്ടൊക്കെ വളരെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ചിരുന്ന ഒരു സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചിന്തിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഈ കർത്താവ് ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം, പണമാണ് ഏറ്റവും വലുത്. ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ പ്രൗഢഗംഭീരമായ ഒരു ജീവിത രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ കുഞ്ഞു കാലഘട്ടത്തിലൊക്കെ അവിടെ സ്കൂൾ ജീവിതമൊക്കെ വളരെ എല്ലാവരുടെ മുമ്പിൽ വലിയൊരു അനുഭവത്തിലായിരുന്നു. അങ്ങനെയൊക്കെ അഹങ്കരിച്ചും എല്ലാവരും ഉണ്ടെന്നുള്ള ഭാവത്തിലും ഒക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 1991 എൻ്റെ പിതാവ് വളരെ സാമ്പത്തികമായ, വിദേശത്ത് തന്നെ ആയിരിക്കുമ്പോൾ വളരെ സാമ്പത്തികമായ തകർച്ചകളിലേക്ക്, എൻ്റെ സ്ഥാപനങ്ങളൊക്കെ, അന്ന് പല സ്ഥാപനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ക്ലോസ് ചെയ്യപ്പെടുകയും സാമ്പത്തികമായ ഒത്തിരി ഞെരുക്കങ്ങളും ഭാരങ്ങളും ഒക്കെ വരുവാനിടയായി. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകൾ വന്നു. പിന്നെ 91 എൻ്റെ പിതാവിനെ, വിദേശത്തായിരുന്ന എൻ്റെ പിതാവിനെ കുറിച്ചൊരു അറിവും ഇല്ലാതാവുകയും ഞങ്ങൾ ആ സമയത്ത് അടുത്ത ഒരു 91 to 94 ആ കാലഘട്ടം ഞങ്ങൾ വളരെ സാമ്പത്തികമായ വളരെ ഒരു തകർച്ചകളിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായി, വളരെ ഭാരത്തിലേക്ക്. കാരണം അതുവരെ ഞങ്ങൾക്ക്, എൻ്റെ അമ്മയ്ക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹാൻഡിൽ ഇതില്ലായിരുന്നു. അച്ഛനെ കുറിച്ചൊരു അറിവുമില്ല. ആ സമയത്ത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് പൂജകളും മന്ത്രവാദങ്ങളും ഒക്കെ ആയിട്ട് കടന്നുപോയി. മന്ത്രവാദങ്ങളുടെ പൂജകളൊക്കെ ചെയ്യുമ്പോഴും ജാതകങ്ങൾ പരിശോധിക്കുമ്പോഴും വളരെ അവർ പറഞ്ഞത് ഞങ്ങളുടെ മേൽ കണ്ടകശനിയാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല.
ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെ ജാതക പ്രകാരം എൻ്റെ പിതാവിന് മുന്നോട്ട് ആയുസ്സുമില്ല. അച്ഛനെ വളരെയധികം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാനും പലതരത്തിൽ ശ്രമിച്ചിട്ടും പിതാവിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. ആൾക്കാർ, അവിടെയുള്ള ആൾക്കാരും പറഞ്ഞു നിന്റെ പിതാവ് ജീവനോടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഞങ്ങൾ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോഴും എൻ്റെ അപ്പൻ്റെ ആത്മാവ് പരലോകത്തിലാണെന്ന് തെളിയുവാനിടയായി. വീട്ടിലേക്ക് കടന്നു വരുന്ന കടക്കാർ വസ്തു ജപ്തി ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നു. ഞങ്ങൾക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് വരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞത് ഇടബന്ധുക്കളും ചർച്ചക്കാരും ഒന്ന് ഞങ്ങളെയല്ല സ്നേഹിച്ചിരുന്നത്, അവർ ഞങ്ങളുടെ പണത്തെയാണ്. അന്ന് ഞങ്ങൾ പട്ടിണി കിടക്കുന്ന സാഹചര്യങ്ങളിലേക്കും വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ, എല്ലാവരുടെ മുമ്പിലും നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യം. വീട്ടിനകത്ത് അമ്മ ഞങ്ങളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ആഹാരം തരാൻ കഴിയുന്നില്ല. വീട്ടിലെ പറമ്പിലൊക്കെയുള്ള കാച്ചിലും ചേനയും ചേമ്പും ഒക്കെ പുഴുങ്ങി തിന്നും ഒക്കെ മറ്റുള്ള മുമ്പിൽ കരന്നിട്ടാൻ അന്ന് ഞങ്ങളുടെ അഭിമാനം സമ്മതിക്കുന്നില്ല. ഒരു ജോലിക്ക് അമ്മയ്ക്ക് ഇറങ്ങി പോകാനൊക്കെ അമ്മ പറഞ്ഞെങ്കിലും സമ്മതിക്കുന്നില്ല. അമ്മ പോകാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിക്കുന്നില്ല. അതിന് കഴിയുന്നില്ല. അങ്ങനെ ഞെരുങ്ങിയ പട്ടിണി കിടന്ന, ഒരുപക്ഷെ ഒരാഹാരത്തിന് വേണ്ടി ബന്ധുക്കളുടെ ഭവനത്തിൽ ഒരു നേരത്തെങ്കിലും ആഹാരം കിട്ടുമെന്ന് പറഞ്ഞ് കയറി ചെല്ലുമ്പോഴും ശാപം നിറഞ്ഞ ഞങ്ങളെ ഉൾക്കൊള്ളാൻ അവർക്ക് തയ്യാറല്ലായിരുന്നു. ഞങ്ങളൊരു ബാധ്യത എന്ന് തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ അവർക്ക് ഒരു ബാധ്യതയായി മാറി. ഈ ബാധ്യതകളൊക്കെ അവരുടെ മേൽ വരുമെന്നുള്ള ഭയം കൊണ്ട് എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും അധികം ഞങ്ങളെ തകർത്തത്. ഞങ്ങൾ വിശ്വസിച്ച ദൈവങ്ങൾ സമയങ്ങളും പൂജകളും മന്ത്രവാദങ്ങളുമായി ഓരോ എവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ തരാം, അത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് പറയുന്ന എല്ലാ ഇടങ്ങളിലും ബോർഡ് വെച്ച ഇടങ്ങളിലും മാറി മാറി, ഈവൻ കേരളത്തിലും തമിഴ്നാട്ടിലും പലയിടങ്ങളിലും ഞങ്ങൾ മന്ത്രവാദികളെ പൂജകളെ ഒക്കെ ആശ്രയിച്ച് ഓടി. അവരെല്ലാവരും ഇതൊക്കെ ചെയ്യുമെങ്കിലും അവർക്ക് ആർക്കും ഇതിനൊരു ഉറപ്പ് പറയാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ഇല്ല എന്ന് ചിന്തിക്കുന്ന ദൈവങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഈ കഷ്ടത വന്നത്, ഈ പ്രതികൂലം വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ശാപം വന്നു? ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവങ്ങൾക്ക് ഇത് പൂജകളും അത് ആവശ്യം പോലെ ധാരാളമായി ഞങ്ങൾക്കുണ്ടായിരുന്ന സമയത്ത് ക്ഷേത്ര പുനരുദ്ധാനം അങ്ങനെ പറഞ്ഞ് ഒത്തിരി കാശ് കൊടുത്തിട്ടേ ഉള്ളൂ. ഞങ്ങളായിട്ടൊരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല. പിന്നെയും എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം വന്നതെന്ന് ഓർത്ത് ഞങ്ങൾ കരയാൻ തുടങ്ങി, ഭാരപ്പെടാൻ തുടങ്ങി. ഞങ്ങൾക്കറിയാം മുമ്പോട്ട് ജീവിക്കാൻ കഴിയുകയില്ല. ബാങ്കുകാർ ഞങ്ങളുടെ വീട് ജപ്തി ചെയ്യും. ഞങ്ങളുടെ ഇറക്കി വിട്ടാൽ ഒരു വീട്ടുകാർ പോലും ആരും ഞങ്ങളെ ഉൾക്കൊള്ളുകയില്ല, കൈക്കൊള്ളാൻ ആരുമില്ല എന്ന് ഭാരപ്പെട്ടപ്പോൾ ഒരു ദിവസം കണ്ടിന്യൂസ് ആയി പട്ടിണിയാണ്. ഒരു ദിവസം അമ്മ പറഞ്ഞു, നമ്മൾ ഈ ദിവസങ്ങളിൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരമ്മ 2 കുഞ്ഞുങ്ങളുമായി ട്രെയിനിന്റെ മുമ്പ് ചാടിയതുപോലെ. അതൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ പഴയ ജീവിതം ഓർക്കുകയാണ്. ഇതുപോലെ പത്രത്തിൽ അല്ലെങ്കിൽ മീഡിയയിൽ വരേണ്ടവരായിരുന്നു ഞങ്ങളുടെ ലൈഫും. കാരണം അന്ന് എൻ്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞു, വിഷം എടുപ്പാൻ പോലും കാശില്ല, എവിടെയെങ്കിലും പോയി കാഞ്ഞിരത്തിൻ്റെയോ അരളിയുടെയോ വേര് സംഘടിപ്പിച്ചു കൊണ്ടുപോവാ, നമുക്കത് ഇടിച്ചു പിഴിഞ്ഞ് കുടിച്ച് നമുക്ക് മരിക്കാമെന്ന് അമ്മ ഞങ്ങളോട് പറഞ്ഞു. അതനുസരിച്ച് ഇളയ മകനായ എന്നോട് പറഞ്ഞു, നീ എവിടെയെങ്കിലും പോയി ഇതിൻ്റെ വേരന്വേഷിച്ചുകൊണ്ട് കിട്ടുമെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അന്ന് ഞങ്ങളുടെ മുമ്പിൽ മരണമല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന് ചിന്തിച്ച് ആ വഴിയിലൂടെ അക്കരെ ഒരു ഗ്രാമം, ഞങ്ങളുടെ വീട്ടിൻ്റെ അക്കരെ ഒരു ഗ്രാമപ്രദേശമുണ്ട്. അങ്ങനെ ഒരു വരമ്പിലൂടെ ഇറങ്ങി ഞാൻ വിഷയം അന്വേഷിച്ച് പോകുന്ന വഴിയിൽ വെച്ച് ഒരു ക്രൈസ്തവ സഹോദരൻ, ഒരു ഫ്രണ്ടാ, അദ്ദേഹം യാദൃച്ഛികമായി അപ്പോൾ കണ്ടു. ആ സഹോദരൻ എൻ്റെ കൈക്ക് അവർക്കൊന്നും അറിയില്ല ഞങ്ങൾ ഈ ഞെരുക്കത്തിലുണ്ട്. ആൾക്കാർ നോക്കുമ്പോൾ വീടുണ്ട്, വസ്തുവകകളുണ്ട്, എല്ലാം ഉണ്ട്, പുറമേ എല്ലാം ഉണ്ട്. പക്ഷെ അകത്ത് ബാധ്യതകളുടെയും വേദനകളുടെയും പട്ടിണിയുടെയും ഞെരുക്കങ്ങളുടെയും അനുഭവത്തിലാണ് കടന്നു പോകുന്നതെന്ന് ലോകക്കാരറിയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ആൾക്കാരോട്, നമ്മുടെ വിശ്വാസികളോട് എല്ലാവരോടും പറയും, നമ്മൾ പുറമേ കണ്ട് വിധിക്കരുത്. പലപ്പോഴും നല്ല വീടായിരിക്കാം, അവർ പുറമേ ആൾക്കാരോട് കരം നീട്ടാത്തവരായിരിക്കാം, പക്ഷേ അനേകർക്ക് യേശുവിനെ ആവശ്യമുണ്ട്. അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അനേകർ ആത്മഹത്യയിൽ നിന്ന് പുറത്തു വരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് യേശുവിനെ പറയാൻ മടിക്കരുതെന്ന് പറയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ വയൽവരമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ സഹോദരൻ അന്ന് യാദൃച്ഛികമായി, എനിക്ക് പരിചയമുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ക്രിസ്ത്യാനിയാണ്, യേശുവിനെ പറഞ്ഞിട്ടില്ലാത്ത ആ പ്രിയ സഹോദരൻ
അന്ന് എന്നോട് പറഞ്ഞു, സഹോദര, നിന്നോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എൻ്റെ ഹൃദയത്തിൽ അകത്ത് യേശു പറയുന്നു. അവൻ എൻ്റെ കൈക്ക് പിടിച്ചു പറഞ്ഞു, യേശു നിന്നെ വാസ്തവമായി സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞങ്ങൾ യേശുവിനെ തേടിപ്പോയതെല്ലാം എവിടെ നിന്ന് വിടുതൽ ലഭിക്കുമെന്ന് കരുതി മാന്ത്രികന്മാരെ തേടിപ്പോയി, മന്ത്രവാദികളെ, പൂജകളെയും പലതിനെയും തേടിപ്പോയി. പക്ഷെ തേടിപ്പോകാതെ ഞങ്ങളെ തേടി വന്ന ഒരു യേശു ആ വയൽ വരമ്പിൽ ഇറങ്ങി വന്ന് ആ സഹോദരനിലൂടെ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ യേശു ക്രിസ്തുവിനെ പിൻപറ്റുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഒറ്റ കാര്യമാണ്, ഞങ്ങൾ യേശുവിനെ തേടിപ്പോയതല്ല. വചനം പറയുന്നത് പോലെ കർത്താവ് ഈ ലോകത്തിൽ വന്നത് ഹല്ലേലൂയ പാപികളെ തേടി വന്ന, നീതിമാന്മാരെ തേടിയല്ല. ഹല്ലേലൂയ എല്ലാം ഉള്ളവനെ തേടിയല്ല, എല്ലാം തികഞ്ഞു എന്ന് പറയുന്നവനെ തേടിയല്ല യേശു വരുന്നത്. യേശു ഇന്നും പ്രവർത്തിക്കുന്നത് തകർന്നവനെ, ആർക്കും വേണ്ടാത്തതിനെ, നഷ്ടപ്പെട്ടു പോയതിനെ, പുറംപറമ്പിൽ എറിയപ്പെട്ടവനെ, കുടുംബക്കാർ തള്ളിക്കളഞ്ഞതിനെ, അല്ലെങ്കിൽ ഇനി അവൻ രക്ഷപ്പെടില്ല എന്ന് ലോകം വിധിച്ചതിനെ, ഇനി അവന്റെ ലൈഫിനകത്ത് തിരികെ വരുവാൻ കഴിയുകയില്ല എന്ന് ലോകക്കാർ വിധിയെഴുതി, അല്ലെങ്കിൽ അവന്റെ ജാതകം വിധിയെഴുതി, ബന്ധുക്കൾ വിധിയെഴുതി, അല്ലെങ്കിൽ നാട്ടുകാർ വിധിയെഴുതി കളയുന്നതിനെ തേടി ഒരുവൻ വരും. അവന്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ അല്ല തോന്നിയത്. അന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയത്, മരിക്കാൻ പോകുന്ന ഇവനോട്, മരിക്കാൻ പോകുന്ന ഇവൻ ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോകുമ്പോഴാണോ ഇവൻ എന്നെ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നതെന്നത്. കാരണം ഞങ്ങൾ അന്ന്, എൻ്റെ അപ്പൻ RSS കാരനായിരുന്നത് കൊണ്ടും ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഞാനും ജ്യേഷ്ഠനും RSSും ശാഖകളുമായിട്ടും ഒക്കെ ബന്ധത്തിലായിരുന്നത് കൊണ്ടും ഞങ്ങളുടെ അകത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു വിദേശ മതമാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ കൾച്ചർ മാറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ മാറ്റുന്ന, വിദേശ സംസ്കാരങ്ങൾ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തി വിദേശത്തുനിന്ന് പണം വരുത്തുന്ന ഒരു ഒരു സംഘടന പോലെയാണ് അന്ന് ക്രിസ്ത്യാനിറ്റി ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോടെല്ലാം, അല്ലെങ്കിൽ മറ്റൊരു ജാതിക്കാരുടെ, താഴ്ന്ന ജാതിക്കാരുടെ എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് അന്ന് യേശുവിനെ കുറിച്ചുള്ള ചിന്ത. ക്രൂശിൽ സ്വയമായി രക്ഷപ്പെടുവാൻ കഴിയാതെ ക്രൂശിൽ മരിച്ചുപോയ ബലഹീനനായ ഒരു ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന ഒരു പുച്ഛമായ മനോഭാവമാണ് ആ സമയത്ത് യേശുവിനെ കുറിച്ച് ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ചാകാൻ നേരത്ത് യേശു ക്രിസ്തു, അവൻ സ്വയമായി രക്ഷിക്കുവാൻ കഴിയാത്ത യേശു ക്രിസ്തുവിന് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ആ സഹോദരനെ തള്ളി മാറ്റി ഞാൻ പിന്നെ മുമ്പോട്ട് നടന്നു. പോകുന്ന വഴിയിൽ വിഷം കിട്ടുമെന്ന് എനിക്കറിയാം. ഒരു വീട്ടിൽ ഈ മഞ്ഞ അരളിയുടെ കായുണ്ടെന്ന് എനിക്കറിയാം. ആ വീടെത്തുന്നതിന് 50 മീറ്റർ മുമ്പിൽ ഒരു ചെറിയ, ഞാൻ പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഷെഡ്. അതിന്റെ ഫ്രണ്ടിലെത്തുമ്പോൾ അതിനകത്തൊരു പ്രെയർ നടക്കുക, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രെയർ ഒക്കെ. അതിനകത്ത് നിന്ന ഒരു ദൈവദാസൻ നിൽക്കുക. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ ഏത് മതസ്ഥനുമാകട്ടെ, നിന്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറയുക. പക്ഷേ ആ ശബ്ദം എൻ്റെ കാതുകളിൽ എത്തുമ്പോൾ എന്നോട് പറയുന്നത് പോലെ എന്നെ വിടുവിപ്പാൻ യേശുവിന് കഴിയുമെന്ന് പറയുന്ന ശബ്ദമായിട്ട് എനിക്ക് തോന്നി. എന്നെ ആരോ ആകർഷിക്കുന്നത് പോലെ ഞാൻ അതിനകത്ത് കയറി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, ഞാൻ എന്തിനാണ് ഇതിനകത്ത് വന്നേ? ഞാൻ ഇതിനകത്തിരിക്കേണ്ടവനല്ല, വിഷമന്വേഷിച്ച് ഇന്ന് മരിക്കേണ്ടവനാണ്. ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗം നിർത്തി പറഞ്ഞു, എല്ലാവർക്കും എഴുന്നേൽക്കാൻ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ വിഷയം, പ്രാർത്ഥന വിഷയം എന്തുമാകട്ടെ, യേശുവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി നൽകും. എല്ലാവരും ശബ്ദം ഉയർത്തി ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്. എൻ്റെ മനസ്സിൽ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കൊന്നും ഒരു മറുപടിയും ഇന്നുവരെ ഒരു ദൈവവും തന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ആ ശബ്ദത്തിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശുവേ, ഞാൻ വഴിയിൽ വെച്ചൊരു സഹോദരൻ പറഞ്ഞു, യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഇവിടെ ഈ സഹോദരൻ, ഈ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ശാപത്തെ മാറ്റാൻ യേശു ക്രിസ്തുവിന് കഴിയും. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ശാപത്തെ മാറ്റാൻ യേശുവേ നിനക്ക് കഴിയും. ഇന്ന് ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്, നിനക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അത് കണ്ണ് തുറന്നു നിന്ന് ഇങ്ങനെ ചോദിക്കുക. പക്ഷേ ആ സമയത്ത് എൻ്റെ ലൈഫിനകത്ത്
അതുവരെ കാണാത്ത ഭയങ്കര ഒരു പ്രകാശം ആ റൂമിനകത്ത് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആൾക്കാരെല്ലാം മറയും. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ എനിക്ക് കാണാൻ കഴിയാത്തതുപോലെ അത് അത്ര ഹെവി ആയിരുന്നു. ആ ലൈറ്റ് എൻ്റെ ഹല്ലേലൂയ ആ ശിരസിലൂടെ കടന്നു പോകുന്ന എനിക്ക് മനസ്സിലായി. അതിൽ വചനം പറയുന്ന അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വേർതിരിക്കുന്ന അനുഭവമായിരുന്നു എന്ന് അന്ന് എനിക്ക് മനസ്സിലായില്ല. വചനം പറയുന്നു, അവൻ നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വേർതിരിച്ചു. അവന്റെ സദ്ഗുണങ്ങളെ പ്രഘോഷിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അന്ന് നടക്കുന്നതെന്ന് അന്ന് എനിക്കറിയില്ല. ലൈഫിനകത്ത് ഇരുളടഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരുന്ന അത്ഭുത പ്രകാശം, നിങ്ങളെ അല്ലെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രകാശമാണ് അന്ന് എൻ്റെ ലൈഫിനകത്ത് ഇറങ്ങി വരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഹല്ലേലൂയ. ഇത് അകത്തോട്ട് വ്യാപരിക്കുമ്പോൾ അകത്ത് നിന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ച് കരയാൻ തുടങ്ങി, യേശുവേ എന്നെ രക്ഷിക്കണമേ എൻ്റെ കൂടെ. കാരണം 16 വയസ്സുകാരൻ മരിക്കാൻ ആഗ്രഹിച്ചിട്ടല്ല വിഷം അന്വേഷിച്ചു പോകുന്നത്. മുമ്പിൽ യാതൊരു സാധ്യതകളുമില്ല, മുന്നേ രക്ഷിപ്പാൻ ആരുമില്ല, ആടെ കുടുംബത്തെ കരകയറ്റുവാൻ ആരുമില്ല എന്ന് പറഞ്ഞ ഇടത്ത് ഹല്ലേലൂയ തേടി വരുന്ന യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഉറക്കെ വിളിച്ചു, കർത്താവേ, യേശുവേ എന്നെയും എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് ഉറക്കെ നിലവിളിക്കുമ്പോൾ എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക സമാധാനം, ആ 16 വയസ്സിൽ എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ സമാധാനം ഇന്നുവരെ ആർക്കും എന്നിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ കഴിയാത്ത നിത്യ സമാധാനമാണ് എന്നും യേശു വാഗ്ദത്തം ചെയ്ത അതിൽ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ആർക്കും നമ്മിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ കഴിയാത്ത, എടുത്തു മാറ്റുവാൻ കഴിയാത്ത നിത്യ സമാധാനം. ഈ ലൈനിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിവിധമായ വിഷയങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും, പുറമേ നിന്ന് അറ്റാക്കുകൾ ഉണ്ടാകുമ്പോഴും, ശാരീരികമായ ബലഹീനതകൾ ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോഴും നമ്മെ പിടിച്ചു നിർത്തുന്ന ഒറ്റ കാര്യമാണ് യേശു നമ്മുടെ ഹൃദയത്തിനകത്തിട്ട് തന്ന നിത്യ സമാധാനം. അതനുഭവിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഇതിനകത്തായിരിക്കുന്നെങ്കിൽ എനിക്കൊന്ന് പറയാൻ കഴിയും, ഒരു കൊടുങ്കാറ്റിനും തകർക്കാൻ കഴിയാത്ത, ഒരു പ്രതിസന്ധികൾക്കും ഒരു രോഗത്തിനും തകർത്ത് കളയാൻ കഴിയാത്ത, ഇതിന്റെ അകത്ത് ലോകക്കാർക്ക് വിഷയം വരുമ്പോൾ തകർന്നു പോകും. അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വിഷയം വന്നപ്പോൾ ഞങ്ങൾ തകർന്നു പോയി. പക്ഷേ ഇന്ന് അതിനേക്കാളും വിഷയങ്ങൾ വന്നാലും ഹല്ലേലൂയ ഞങ്ങൾ തകർന്നു പോകുകയില്ല. കാരണം ഹല്ലേലൂയ ഇന്ന് ഹൃദയത്തിനകത്ത് ദൈവമിട്ട നിത്യ സമാധാനമുണ്ട്, പ്രത്യാശയുണ്ട്. ഞങ്ങൾക്കറിയാം ഹല്ലേലൂയ ഈ വിഷയങ്ങൾക്കൊന്നും ഈ പടകിനെ മുക്കാൻ കഴിയുകയില്ല. ആത്മാവിൽ ഞാൻ ഇത് കേൾക്കുന്ന ചിലരോട് പ്രവചിക്കുകയാണ്, നിന്റെ വിഷയം എന്തുമാകട്ടെ, ദൈവം യേശുവേ എന്ന് വിളിക്കുമ്പോൾ അകത്തേക്ക് ഇറങ്ങി വരുന്ന, മനുഷ്യൻ തരുന്ന സമാധാനമല്ല, ലോകം തരുന്ന സമാധാനമല്ല കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആത്മാവിൽ ചിലരോട് പ്രവചിക്കുകയാണ്, നിന്റെ അകത്തെ സമാധാനം ഈ നാടുകളിൽ വർദ്ധിച്ചു വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്നിനും കെടുത്തുവാൻ കഴിയാത്ത നിത്യ സമാധാനം വ്യാപരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അന്ന് ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അന്ന് എനിക്കറിയില്ല, ആ ദൈവദാസനെ ആ പ്രാർത്ഥന കഴിഞ്ഞ് കാണണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും അറിയില്ല. പ്രാർത്ഥന തീരുമ്പോൾ ആശീർവാദം പറയുന്നതിന് മുമ്പേ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഞാൻ തിരികെ വിഷമന്വേഷിച്ചല്ല പോയത്, നേരെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. വരുമ്പോൾ അമ്മ മുറ്റത്ത് നിൽപ്പുണ്ട്. അമ്മ ചോദിച്ചു, വിഷം കിട്ടിയല്ലേ? നീ ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ചോദിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, വിഷം കിട്ടിയില്ല, ഹല്ലേലൂയ, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടി, അവന്റെ പേരാണ് യേശു ക്രിസ്തു. 16-ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി യേശുവിനെ കണ്ടുമുട്ടിയ അന്ന് ആ ദിവസം തന്നെ ഞാന് ഹല്ലേലൂയ ഞാന് കർത്താവിന്റെ ഞാന് യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ സ്വർഗം കൃപ നൽകി. ഹല്ലേലൂയ. എൻ്റെ സഹോദരൻ ഓടി വന്നു. എൻ്റെ സഹോദരൻ ചോദിച്ചുകൂടാ, നിനക്ക് എന്താ പറ്റിയേ, എന്തോ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു, നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. അതെനിക്ക് യേശുവിനെ കുറിച്ച് ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല, ഒന്നും ഒരു അറിവുമില്ല. പക്ഷേ ഹൃദയത്തിൽ ഇറങ്ങി വന്ന ആ നിത്യ സമാധാനം, ആ അനുഭവമാണ് എന്നെ ശുശ്രൂഷകനാക്കി മാറ്റിയത്, യേശുവിനെ പ്രസംഗിക്കുന്നവനാക്കി മാറ്റിയത്. അത് ഞാൻ എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു, ഇവനെന്തോ 16 വയസ്സ് മനസ്സ് തകർന്നു,
മനസ്സ് ഇത് ചെയ്തിട്ടാ ഇവൻ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുക, എന്നെ കളിയാക്കി പരിഹസിച്ചു. നമുക്ക് അത് ഇങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിറ്റേ ദിവസം ആ ആ ശുശ്രൂഷകൻ എൻ്റെ ഭവനം അന്വേഷിച്ചു വന്നു. കാരണം ഞങ്ങളെ ആ ദേശക്കാർക്ക് അറിയാം. അദ്ദേഹം അന്വേഷിച്ചു വന്നു, ഷിജുവിടെ ഇല്ലേ, അത് ഞാൻ ചർച്ചിൽ ഇങ്ങനെ വന്നു, പിന്നെ കണ്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ? അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു വിഷയവുമില്ല, ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ പൊയ്ക്കോ, ഇങ്ങനെയൊക്കെ ആണെന്ന് ഞങ്ങൾക്ക് അറിയാം, ക്രിസ്ത്യാനികൾ ആൾക്കാരെയൊക്കെ മതം മാറ്റം എങ്ങനെയൊക്കെയാണെന്നറിയാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി വിട്ടപ്പോൾ അദ്ദേഹം മുറ്റത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, മാതാവേ, നീ ഈ 2 കുഞ്ഞുങ്ങളെയും ഉറക്കി കിടത്തി പലവട്ടം ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ കരയുവാൻ തുടങ്ങി. അദ്ദേഹം ആ ദേവദാസനെ അകത്തേക്ക് വിളിച്ചു. അദ്ദേഹം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ വിഷയങ്ങളും എണ്ണി പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മ ചോദിച്ചു, അങ്ങനെ ഞങ്ങളെ രക്ഷിപ്പാൻ യേശുവിന് കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഈ ദൈവത്തിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അന്ന് അദ്ദേഹം ഒരു ന്യൂ ടെസ്റ്റമെന്റ് തന്നു, സുവിശേഷം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യേശുവേ എന്ന് ഒരാഴ്ച പ്രാർത്ഥിക്കുക, ദൈവം ഒരു അത്ഭുതം ചെയ്തില്ലെങ്കിൽ മാതാവേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. അദ്ദേഹം പ്രാർത്ഥിച്ചിറങ്ങിപ്പോകുമ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ അകത്തും ഭയങ്കര ഒരു സമാധാനം. പറഞ്ഞു, ഇത് തന്നെയാണ് ഇന്നലെ എൻ്റെ ഹൃദയത്തിനകത്തും ഉണ്ടായത്. ആ ദിവസങ്ങളിൽ ഞങ്ങളിരുന്ന് ഈ പുതിയ നിയമമൊക്കെ ഇങ്ങനെ തന്ന പുതിയ നിയമമൊക്കെ വായിച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. സന്ധ്യാസമയത്ത് രാമനാരായണം ചൊല്ലിക്കൊണ്ടിരുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയില്ല. ആ പ്രാർത്ഥന യേശുവേ എന്ന് പറയുമ്പോൾ തന്നെ അറിയാതെ കരഞ്ഞു പോകും. നമ്മുടെ സങ്കടങ്ങളും ഭാരങ്ങളും ഒക്കെ വിതുമ്പലുകളായി ഞരക്കങ്ങളായി സ്വീകരിച്ച സർവശക്തനായ ദൈവം ഹല്ലേലൂയ 4-ാമത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തിൽ ചെയ്തു. അടുത്ത വീട്ടിൽ ഫോൺ വന്നു, ആന്റിക്ക് ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞ് അമ്മ ചെന്ന് ഫോൺ എടുക്കുമ്പോൾ മറുതലയിൽ മരിച്ചുപോയി എന്ന് ലോകം വിധിയെഴുതിയ ജാതകം പറഞ്ഞ എൻ്റെ അപ്പൻ്റെ ശബ്ദം കേട്ടു. എൻ്റെ അപ്പന് ഹല്ലേലൂയ ജയിലറയ്ക്കകത്തായിരുന്നു. സ്വർഗത്തിലെ ദൈവം അതിശയകരമായി തൻ്റെ മകൻ അതിനകത്തു നിന്ന് പുറത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. എൻ്റെ ജീവിതത്തിൽ അന്ന് തുടങ്ങി അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ സ്വർഗത്തിലെ ദൈവം ചെയ്യാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, ഈ അത്ഭുതം ചെയ്ത ദൈവത്തെ ദൈവത്തെ നമുക്കും വേണം, ആ ദൈവദാസനെ വിളിക്കും. അദ്ദേഹം ഞങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു. എൻ്റെ അമ്മ അന്ന് ചോദിച്ചത്, നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്, നിങ്ങൾക്ക് പള്ളിക്ക് എന്താണ് തരേണ്ടത്? ഞങ്ങളുടെ ട്രിവാൻഡ്രംകാരാണ്. ആ പാളയം പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ചാൽ മതിയോ, എണ്ണ നേർന്നാൽ മതിയോ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, മാതാവേ, നിങ്ങളുടെ നേർച്ച കാഴ്ചകളിലല്ല ഈ ദൈവം പ്രസാദിക്കുന്നത്, കാശിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, നിങ്ങളുടെ ഹൃദയത്തെയാണ് യേശുവിന് വേണ്ടത്, നിങ്ങളെയാണ് യേശുവിന് വേണ്ടത്. ഈ അത്ഭുതം ചെയ്യുന്ന യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കാമെങ്കിൽ ഈ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണമായ അത്ഭുതങ്ങളെ ചെയ്ത് ഈ ദൈവം നിങ്ങളെ വിടുവിക്കും. ഈ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും അമ്മയും എൻ്റെ സഹോദരനുമായി മുഴങ്കാൽ മടക്കി 1994 ഞങ്ങൾ ആ ഒരു ജനുവരി മാസം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിനകത്തെ സ്വീകരിച്ചു. അല്ലെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പോലെ, ലേഖനത്തിൽ എഴുതിയതുപോലെ 1:16 ഞങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, മഹിമ കണ്ട സാക്ഷികളായി യേശുവിനെ പ്രസംഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. യേശുവിനെ അനുഭവിച്ചറിയുവാൻ, തൊട്ടറിയുവാൻ, രുചിച്ചറിയുവാൻ അല്ലെങ്കിൽ ഞങ്ങൾ ഹല്ലേലൂയ കേട്ടറിവിൽ പ്രസംഗിക്കുകയല്ല, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾക്കകത്തു നിന്ന് ഞങ്ങൾ യേശുവിനെ തൊട്ടറിഞ്ഞതുകൊണ്ട് ഹല്ലേലൂയ അവൻ ഒരു ജാതിയുടെയും ദൈവമല്ലെന്നും അവൻ ക്രിസ്ത്യാനികളുടെ ദൈവമല്ലെന്നും അവൻ സകല മാനവ ജനതയുടെയും രക്ഷകനാണെന്നും അതിനെ തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. ഞങ്ങൾ ആ ഞായറാഴ്ചയിൽ അടുത്ത ഞായറാഴ്ച കാത്തിരുന്ന് ദൈവസന്നിധിയിൽ ആ ആരാധനയ്ക്കായി കടന്നുപോയി. ആ ചെറിയ കൂട്ടം 10-15 പേർ മാത്രം കൂടുന്ന ആ കൂട്ടം അവിടേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് എന്തതിശയമേ എന്ന പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ചത് ഇന്ന് മറക്കാൻ കഴിയില്ല. ഭയങ്കര സന്തോഷകരമായ അനുഭവം. അത് കഴിഞ്ഞ് ഭവനത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ ആ വീട്ടിൽ വീട്ടിൽ ആള് കൂടുന്നത് പോലെ എൻ്റെ ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, എല്ലാവരും ഒരു കൂട്ടം പേരുണ്ട്, RSSകാരുണ്ട്,
അവര് അറിഞ്ഞത് രാമചന്ദ്രൻ നായരുടെ വീട്ടിൽ, RSSന്റെ നേതാവിന്റെ വീട്ടിൽ ക്രിസ്ത്യാനികൾ കയറി ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ അതാരാണെന്ന് അവർക്കറിയണം. ആ പള്ളിയിൽ ചെന്ന് അവർക്ക് രാമായണം വായിക്കണം, മഹാഭാരതം വായിക്കണം. അങ്ങനെയൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ഒരു ഭീഷണിപ്പെടുത്തുകയാണ്. ആരാണ് നിങ്ങൾക്ക് കൈവശം തന്ന് വിളിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ഞങ്ങള് അത് എൻ്റെ അമ്മ പറഞ്ഞു, അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പട്ടിണി കിടന്നപ്പോൾ ചോദിക്കാൻ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെയും കെട്ടിപ്പിടിച്ച് ഞാൻ പല സ്ഥലങ്ങളിലും ഓടിയപ്പോൾ, ഞങ്ങളുടെ ഒരു രക്ഷയ്ക്ക് വേണ്ടി പലയിടങ്ങളിലും അലഞ്ഞപ്പോൾ എന്താണെന്ന് ചോദിപ്പാൻ ഒരു മനുഷ്യനെയും കണ്ടില്ല. ഒരു നേരത്തെ ആഹാരം കൊണ്ടു തരുവാൻ ഒരു മനുഷ്യനെയും ഞങ്ങൾ കണ്ടില്ല. ഇന്ന് ഞങ്ങളുടെ ഞങ്ങൾ മരണത്തിലേക്ക് താണുകൊണ്ടിരുന്നപ്പോൾ ഒരു കരം ഞങ്ങളുടെ മുമ്പിൽ നീണ്ടുവന്നു. അതാണിപ്പോഴത്തുള്ള കരമാ. ആ കരത്തിൽ ഞങ്ങൾ പിടിച്ചു. ഇനി ആ കരം വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്കിനി ഒരു ദൈവമേ ഉള്ളൂ, ഞങ്ങളെ തേടി വന്ന യേശു എന്ന് പറയുവാനിടയായി. അത് അമ്മ പറയുന്നത് ഒരു അത്ര ഗൗരവമായി, അത്ര വിശ്വാസമാണ് എൻ്റെ അമ്മയുടെ ഹൃദയത്തിനകത്ത് ദൈവം നൽകിയത്. ശാന്താകുമാരി എന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് ആ സാക്ഷ്യമൊക്കെ കേൾക്കാം. അമ്മയുടെ വിശ്വാസവും പ്രാർത്ഥനയും. ഞങ്ങളുടെ കുടുംബത്തിലെ അമ്മയുടെ ഹൃദയത്തിനകത്ത് ദൈവം പ്രാർത്ഥനയുടെയും, ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം, അമ്മയുടെ ഹൃദയത്തിനകത്ത് പ്രാർത്ഥനയുടെ വലിയൊരു അഭിഷേകത്തെ ദൈവമിട്ട് ഒട്ടുമേലിരുന്ന് മണിക്കൂറുകൾ കിച്ചനകത്തുമൊക്കെ ഇരുന്ന് 24 മണിക്കൂർ ഏത് സമയത്തും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വന്നോ എന്ന് പറഞ്ഞു, മാറ്റമൊന്നും വന്നില്ല. എപ്പോഴും കടബാധ്യതകളും പ്രശ്നങ്ങളും, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകളുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും പിടികിട്ടി. എൻ്റെ അപ്പൻ ജീവനോട്, അത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അടുത്തത് ബാങ്കുകാർ ജപ്തി വരുമെന്ന് പറഞ്ഞവർ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വസ്തുക്കൾ പലതും അവർ റിലീസ് ചെയ്ത് തരാം, വിറ്റ് കടം തീർക്കുവാനായിട്ട് ഉള്ള സാവകാശങ്ങളെ കിട്ടി. ഭയങ്കര പ്രതികൂലമായി നിന്ന അനുഭവങ്ങളെ പെട്ടെന്ന് കാമാറ്റാവുന്ന പോലെ, ശാന്തമാകുന്നത് പോലെ, ഒരു തിരമാല ഉണ്ടെങ്കിൽ അടുത്തത് ശാന്തതയാണ്. അത് ശാന്തത വരുത്തുന്ന കാറ്റിനെയും കടലിനെയും അടങ്ങുക എന്ന് പറഞ്ഞ ഒരുവൻ ഇതിനെ ഒക്കെ അങ്ങ് ശാന്തമാക്കി. അത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. സിംഹത്തെ പോലെ കടിച്ചു കീറാൻ വന്നവരാ, പക്ഷെ അവർ വളരെ ശാന്തമായി അതിന്റെ അടുത്ത ദിവസങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് നിശ്ചയമായി ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ വസ്തുക്കൾ വിൽക്കുവാൻ തുടങ്ങി. അതൊക്കെ അത്ഭുതങ്ങളാണ്. അത് ഞങ്ങൾ ചിന്തിച്ചതിനേക്കാളും വിലകൾ ആൾക്കാർ ഇങ്ങോട്ട് പറയുവാനും വസ്തുക്കൾ വിൽക്കുവാനും, ഒരു സൈഡിലൂടെ കടഭാരങ്ങൾ ഇങ്ങനെ വസ്തുവൊക്കെ വിറ്റിങ്ങനെ അത് തീർക്കുവാൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാർ ചിന്തിച്ചേക്കാം, ക്രിസ്ത്യാനിയായപ്പോൾ പൈസ കിട്ടിയെന്ന്. പൈസ കിട്ടുകയല്ല, ഞങ്ങളുടെ വസ്തുവകളൊക്കെ ഇങ്ങനെ വിറ്റ് കടങ്ങളൊക്കെ തീർത്തുകൊണ്ടേയിരുന്നു. ഒത്തിരി കടങ്ങളുണ്ടായിരുന്നു. തീർക്കാൻ പറ്റാത്ത വസ്തു തീർക്കാൻ പറ്റാത്തതുപോലെ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അപ്പോഴും ഞെരുക്കങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ ഒന്ന് ഞങ്ങൾക്ക് പിടികിട്ടി, ഏത് അവസ്ഥകളുടെ മധ്യത്തിലും അതൊരു അത്ഭുതകരമായി ഇറങ്ങി വന്ന് അന്നേക്കുള്ളത് നൽകുന്ന ദൈവത്തിന്റെ കൃപ. പിന്നെയും ഞങ്ങൾക്ക് ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ട്. ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അന്നേക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഒന്നുമില്ല. അന്നും ഇതുപോലെ ആഹാരം വീട്ടിലെല്ലാം ശൂന്യമായിരിക്കുമ്പോൾ വീട്ടിൽ വെള്ളിയാഴ്ച ഞങ്ങൾ കരഞ്ഞ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വാതിൽക്ക് മുട്ട് കേൾക്കുക. വാതിൽ തുറന്നൊക്കെ ഒരു സഹോദരി, ആ റോഡിലൂടെ പോയൊരു സഹോദരി, അവരുടെ കുടുംബത്തിലെ ചില അവരുടെ അപ്പനും അമ്മയ്ക്കും അവർക്ക് പൈസ കിട്ടിയപ്പോൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയ ഈ അപ്പച്ചനും അമ്മച്ചിക്കും സാധനം മേടിച്ചുകൊണ്ട് പോയ ഈ ആന്റി വഴിയെ പോകുമ്പോൾ കർത്താവ് അവരോട് പറയുക, ഈ വീട്ടിൽ എന്നോട് ആഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളിരിക്കുക, നീ ഇത് അവർക്കാ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് ഈ സഹോദരി അകത്തോട്ട് കയറി വന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് ഒരു നേരെ കിച്ചണിലേക്കാണ് ഓടി. കാരണം ഇത് സത്യമാണെന്ന് അറിയണം. അവിടെ ചെന്നപ്പോൾ ഉപ്പ് പോലും ഇല്ല. അവിടെ നിന്ന് അവർ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കുക. സത്യത്തിൽ അതുപോലെ ദൈവം ഞങ്ങളുടെ വീട്ടിനകത്തിരുന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഞരക്കങ്ങൾ ആഗ്രഹിച്ചു ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അന്നേക്കുള്ളത് ഈ ദൈവം ഓരോ ദിവസവും നമ്മെ നടത്തുവാൻ ശക്തനെന്ന് പഠിപ്പിച്ച നാളുകൾ. ഒത്തിരി പ്രതികൂലങ്ങൾ കടന്നു വന്നു. ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് മുഖാന്തരം പോസ്റ്ററുകൾ ഒട്ടിച്ചു, കേസുകളായി. ഞാനും എൻ്റെ സഹോദരനും ആ സമയങ്ങളിൽ കള്ള കേസുകളിൽ ഒരു കുടുക്കി ഒരേ ദിവസം തന്നെ 3-4 തവണ
അതൊരു പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച അനുഭവങ്ങളുണ്ട്. കള്ളക്കേസുകൾ, എവിടെയെങ്കിലുമൊക്കെ മതിലിടിക്കും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ഞങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ. എൻ്റെ ചർച്ച വീട്ടിലേക്ക് ഒരു പാസ്റ്ററിനോ ഒരു സുവിശേഷകനോ വീട്ടിൽ വരാൻ കഴിയില്ല. വീട്ടിൻ്റെ അവിടെ വന്ന് ഒരുപക്ഷെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൂട്ടമായി അവർ ആക്രമിക്കും. ഒരു മനുഷ്യന് വീട്ടിൽ വരാൻ പറ്റില്ല. ഞങ്ങൾ പോകുന്ന സഭകളെ അവർ ആക്രമിക്കും. അതുപോലെ വിഷയമായപ്പോൾ പലപ്പോഴും പല സഭക്കാരും ഞങ്ങളെ ഉൾക്കൊള്ളാൻ പോലും ഭയപ്പെട്ടു. കാരണം ഞങ്ങൾ വന്നാൽ അവരുടെ ആരാധന മുടങ്ങും, RSSകാർ വരും, അവർ വന്ന് പ്രശ്നമുണ്ടാക്കും. അവർ ശക്തമായി ഞങ്ങളുടെ ചേട്ടൻ്റെ എൻ്റെ അപ്പന് ചേട്ടാന്ന് പറഞ്ഞു, ചേട്ടൻ്റെ ഭവനത്തിൽ ഇത് നടക്കില്ലെന്ന് വാശി പിടിച്ച് ചില ദിവസങ്ങൾ വെളുപ്പിന് ഞാനും ജ്യേഷ്ഠനുമായിട്ട് ഇറങ്ങും. കാരണം ഈ ടൗൺ മുഴുവൻ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കും, മതപരിവർത്തനം നടത്തി, ഇവർ ഇന്ന് ഞങ്ങളെ കുറിച്ച് മോശമായി, അമ്മയെക്കുറിച്ച് മോശമായി ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്റർ കീറാനായിട്ട് നടക്കും. ഞങ്ങൾ പോകുന്ന വഴിയിൽ അവർ തടഞ്ഞു നിർത്തും. ഒരിക്കലും ഒരു കൂട്ടം സഹോദരിമാർ ഞാനും അമ്മയുമായിട്ട് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോവാ, വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി. കൂട്ടമായി ഇന്ന് കാറി ഞങ്ങളുടെ മുഖത്ത് തൂക്കി ചുടുകല്ലൊക്കെ കൊണ്ട് എറിഞ്ഞു. ഞങ്ങളെ മുമ്പോട്ട് ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് വിടില്ല എന്ന് പറഞ്ഞ് ആക്രമിച്ചപ്പോൾ ഞങ്ങൾക്ക് അന്ന് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. തിരികെ ഭവനത്തിൽ വന്ന് മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ ഞെരുക്കങ്ങൾ എന്ന് മാറും, ഈ അവസ്ഥകൾക്കകത്തു നിന്ന് ഞങ്ങൾക്ക് എന്നാണ് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തോടെ എന്ന് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു. ഞങ്ങളങ്ങ് തളർന്നു പോകുന്ന ഒരു അനുഭവമായിരുന്നു. എന്നാൽ അന്ന് കർത്താവ് ഹൃദയത്തിൽ തന്നത്, നിങ്ങൾ ഹല്ലേലൂയ ഈ കഷ്ടം അനുഭവിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരു നാൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഞാൻ ക്രൂശിൽ നിനക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. ഇന്ന് പക്ഷേ നീ ഒറ്റയ്ക്കല്ല, ആ സകല കഷ്ടങ്ങളും അനുഭവിച്ച ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഹൃദയത്തിനകത്തിറങ്ങി വന്ന സമാധാനം അത് ഭയങ്കരമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഏത് ഞെരുക്കത്തിലൂടെ പോയാലും ഏത് കഷ്ടത്തിലൂടെ പോയാലും ഒന്ന് തിരിച്ചറിയുക, ഹല്ലേലൂയ, അതിനേക്കാളും കഷ്ടം അനുഭവിച്ച അവൻ നഗ്നനായത്, അവൻ തകർക്കപ്പെട്ടത്, അവൻ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അനുഭവിച്ചത്. നീ ഒരു വിഷയം പറയുമ്പോൾ യേശു പറയും, കുഞ്ഞെ ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കത് അറിയാം, ആ പെയിൻ എനിക്കറിയാം, ആ വേദന എനിക്കറിയാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒരു നാഥൻ ഇന്ന് പകലിലുണ്ട്. ആത്മാവിൽ ഞാൻ ചിലരോട് ദൂത് കൈമാറുന്നു, നീ ഒറ്റയ്ക്കല്ല. നിന്റെ വേദനകളിൽ, നിന്റെ ഭാരങ്ങളിൽ മക്കളില്ലായിരിക്കാം കൂടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ നിന്നെ വെറുക്കുന്നുണ്ടാകാം. നിനക്ക് ഹല്ലേലൂയ സകല മേഖലകളിലും ഞെരുക്കത്തിന്റെയും ഭാരത്തിന്റെയും രോഗത്തിന്റെയും അനുഭവത്തിലായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നു, അതിന് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒന്നുണ്ട്, അത് ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അല്ലെങ്കിൽ സകല കഷ്ടങ്ങളും അനുഭവിച്ച നാഥൻ. അതുപോലെ പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, മന്ത്രവാദങ്ങൾ. ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഭയങ്കര മണി വിളിക്കുന്ന ശബ്ദമാണ്. ഒത്തിരി അത് ഇത് ആരാടാ ഈ രാവിലെ 6 മണിയായിട്ടു, ഇതാരെന്ന് നോക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, ഒരു പൂജാരിയുണ്ട്, വലിയ ഇലയൊക്കെ വെട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്നത്. ഞങ്ങളുടെ ആ ഗേറ്റിന്റെ ഫ്രണ്ടില് ഇലയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ച് ഭയങ്കര പൂജ ചെയ്യുക, മന്ത്രവാദം ചെയ്യുക. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെ ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിൽ വന്നിരിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ മുമ്പ് നിങ്ങൾ മുട്ടുമടക്കിയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ജീവനോടെ ഇരിക്കുകയില്ല. അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ പൂജ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർ പോകാൻ നേരത്ത് പറഞ്ഞു, നിങ്ങളിത് മറികടക്കുമ്പോൾ നിങ്ങളെ ഞങ്ങളുടെ ദൈവം പിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി അതോടൊപ്പം ഒരു മന്ത്രം ചൊല്ലുകയും പരിഹസിക്കുകയും അതിൻ്റെ ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലേക്ക് വാരി എറിയുകയും ഒക്കെ ചെയ്തു. അവർ പോകുന്നത് മുമ്പ് തന്നെ ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത് ഒരുപക്ഷെ ഞങ്ങൾ ഇത് കണ്ട് ഭയന്നു എന്ന് തോന്നിയേക്കാം, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ മറികടന്ന് കാണിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്, ആ ദൈവം ഞങ്ങൾക്ക് തുണയായിട്ടുണ്ട്. അതുപോലെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി, അതിന് ശക്തീകരിച്ചു. വാസ്തവമായി ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ പൂജയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തി, അദ്ദേഹം, ഞാൻ ഇതായിട്ട് പറയുകയല്ല, ഞങ്ങൾക്ക് അതുപോലെ വെല്ലുവിളികളാണ്. അത് ചില വർഷങ്ങൾ അതുപോലെ ഇവർ ഞങ്ങളെ ദ്രോഹിക്കുന്ന അനുഭവത്തിലായിരുന്നു. ഗുണ്ടകളെ വിട്ടു,
ഞങ്ങളുടെ വഴി തടഞ്ഞു നിർത്തി പരിഹസിച്ചു. ഇങ്ങനെ പെട്രോളും മണ്ണെണ്ണയുമായ ആൾക്കാർ ഞങ്ങളുടെ വീട് കത്തിക്കാൻ വന്നു. അനേക ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ഞങ്ങളുടെ മുമ്പിലിട്ട് അവർ തല്ലുവാനിടയായി. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നേതൃത്വം വഹിച്ചിരുന്ന ആ വ്യക്തിക്ക് ഒരു വിസ കിട്ടി. അദ്ദേഹം സൗദി അറേബ്യ ഒരു ഗൾഫ് രാജ്യത്തിലേക്ക് കടന്നുപോയി. ഒരു 3 മാസം ഇത് പൂജ ചെയ്യുന്നതിന് കഴിഞ്ഞ് 3 മാസം തികയുന്നതിന് മുമ്പ് അവന്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വന്നത്, അവൻ അവിടെ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നിരുന്ന ആ ട്രക്ക് നിൽപ്പ് കത്തി. ആ വ്യക്തി അതിനകത്തിരുന്ന് കത്തിപ്പോയി. അവന്റെ ഭസ്മം മാത്രമാണ് ഗവൺമെന്റ് ഇടപെട്ട് നാട്ടിലേക്ക് എത്തിച്ചത്. അന്ന് വലിയൊരു കൂട്ടം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറിയാണ് ആ വ്യക്തിയുടെ വീട്, ഒരു ജംഗ്ഷനിൽ. ആ വ്യക്തിയുടെ അമ്മയുടെ ആയിരങ്ങൾ കൂടി നിൽക്കുമ്പോൾ, ഇത് അന്നത്തെ ഭയങ്കര ഒരു സംഭവമാണ്. ആയിരങ്ങൾ കൂടി നിൽക്കുമ്പോൾ അവന്റെ അമ്മയുടെ കയ്യിലേക്കാ ഗവൺമെന്റ് അതോറിറ്റി ഈ ഭസ്മക്കുടം കൈമാറുന്നത്. ഇതങ്ങോട്ട് കൈമാറുമ്പോൾ അമ്മ ഇതിനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്ക്, ഞാൻ അന്നേ ഇവനോട് പറഞ്ഞതാ, അവരോട് ആ വീട്ടുകാരോട് അതിനെതിരായി പോകരുത് എന്ന് പറഞ്ഞതാ, അവൻ കേട്ടില്ല. എൻ്റെ കുഞ്ഞിതാ ഭസ്മമായിട്ടാ എൻ്റെ കയ്യിൽ വന്നെന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറയുമ്പോൾ ദേശക്കാരുടെ മധ്യത്തിൽ വലിയൊരു ഭീതി കർത്താവ് വരുത്തി. ഇതൊക്കെ സംഭവിക്കുന്ന 1 മാസം മുമ്പേ ദൈവാത്മാവ് ഞങ്ങളോട് വെളിപ്പെടുത്തി, ദേശം ഇനി ഭയപ്പെടുന്ന തരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ഞാനിത് പറയുന്നത് ദൈവം ചെയ്തു എന്നല്ല. ദൈവം എന്നും മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. എന്നും ഒരു ദൈവത്തിന്റെ ജനത്തെ ഉപദ്രവിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവം ഒരു ദിവസം സടകുടഞ്ഞ് എഴുന്നേൽക്കും. അവൻ യഹൂദ ഗോത്രത്തിന്റെ സിംഹമായി, അവൻ ഗർജിക്കുന്ന സിംഹമായി എഴുന്നേൽക്കും. അന്ന് ശത്രുക്കൾ ചിതറിപ്പോകുമെന്ന് വചനം പറയുന്നത് പോലെ ദേശത്തിന്റെ മധ്യത്തിൽ ദൈവം ഒരു ഭീതി വരുത്തി. അതിനുശേഷം ഞങ്ങളോട് ആൾക്കാർക്ക് സംസാരിക്കുവാൻ ഭയം തുടങ്ങി. അതിനുശേഷം ഞങ്ങൾക്ക് വിരുദ്ധമായി സംസാരിക്കുന്നത് ഞങ്ങൾ ചർച്ചയിൽ പോയ ഒരു മനുഷ്യൻ ഞങ്ങളോട് ഒരു അക്ഷരം പറയുകയില്ല. അത്തരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി. അത്ഭുതമായി സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ കരുതി. ആ സമയത്താണ് എൻ്റെ അപ്പൻ 3 വർഷം, അപ്പോൾ 3 വർഷം കൊണ്ട് ഞങ്ങൾ സ്ട്രോങ് പല കാര്യങ്ങളും കർത്താവ് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഞങ്ങളെ ഉറപ്പിച്ചു. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇതിനിടയ്ക്കൊക്കെ ലെറ്റർ എഴുതുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൽ അപ്പനും വിശ്വസിക്കണം എന്നൊക്കെ പറയുമെങ്കിലും ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എയർപോർട്ടിൽ വെച്ച് സ്വീകരിച്ചത് എൻ്റെ അപ്പൻ്റെ ആൾക്കാരാ. അവർ പറഞ്ഞു, ചന്ദ്രൻ അങ്ങോട്ട് പോകേണ്ട, അവർ പഴയതുപോലെയല്ല, അവർ പക്ക ക്രിസ്ത്യാനികളാണ്, ഒരു പെന്തക്കോസുകാരാണ്, അവര് നിന്നെയും മുക്കും, അതുകൊണ്ട് നീ അങ്ങോട്ട് പോകണ്ട, അവരെ അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞു. എൻ്റെ അപ്പം പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളൊക്കെ എനിക്കറിയാം, അവർ എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും സാരമില്ല, അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു ഭവനത്തിലേക്ക് വന്നു. അന്ന് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ ഈ വളരെ സന്തോഷത്തോടെ 7 വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പനെ അതിൽ കാണുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ അപ്പനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ വേദപുസ്തകം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പം പറഞ്ഞു, വിളക്ക് കത്തിക്കാത്തത് എന്താ? അയാൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ യേശു ക്രിസ്തുവിലാ വിശ്വസിക്കുന്നത്. അപ്പം പറഞ്ഞു, ഇവിടെ ഇരുന്ന വിഗ്രഹങ്ങളൊക്കെ എന്തേ? വീട്ടിൽ ഇരുന്ന പൂജാ റൂം എന്തേ? ഇവിടെ ഇരുന്ന് എന്തേ? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, യേശു മാത്രമാണ് നമ്മുടെ ദൈവം. എൻ്റെ അപ്പം പറഞ്ഞു, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ? അതിന് നമ്മുടെ ദൈവങ്ങളെ എന്തിനാ കളഞ്ഞേ? വിളക്ക് എന്തേ കളഞ്ഞേ? അപ്പം കരുതിയില്ല ഞങ്ങളുടെ വിശ്വാസം എത്രമാത്രം. സാധാരണ ആൾക്കാരുണ്ടല്ലോ എല്ലാത്തിനും വിശ്വസിക്കുന്ന, അവിടെയും ഉണ്ട് ദൈവം, ഇവിടെയും ഉണ്ട് ദൈവം, ഇവിടെയും പോകാമെന്ന് പറയുന്നത് പോലെയാണെന്നാണ് അപ്പം കരുതിയത്. ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയും ഇതൊക്കെ കേട്ടപ്പോൾ അപ്പന് പിടികിട്ടി, ഇതെന്റെ ബന്ധുക്കൾ പറഞ്ഞതുപോലെയാണ്. അപ്പം പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പൊയ്ക്കോ, പക്ഷേ ക്ഷേത്രത്തിലും പോകണം. ഇതിനകത്ത് പ്രാർത്ഥിച്ചോ, പക്ഷെ ഇതിനകത്ത് പൂജയും ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾക്ക് ബൈബിൾ വായിച്ചോ, പക്ഷെ രാമായണം വായിക്കണം. ഞാൻ ഹിന്ദുവായി ജനിച്ചു, ഞാൻ ഹിന്ദുവായി മരിക്കും. എനിക്ക് നിങ്ങൾ വിശ്വസിക്കുന്നത് പ്രശ്നമല്ല, പക്ഷേ എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വരണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ വിട്ടുകളഞ്ഞതിൻ്റെ പുറകെ പിന്നെ അങ്ങോട്ട് വളരെ പ്രതികൂലം. ഞങ്ങളുടെ അപ്പൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്താഗതി. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതികൂലം അനുഭവിച്ചത് എൻ്റെ അപ്പനിൽ നിന്നാണ്. പിന്നെ അമ്മയെ ഒരുപക്ഷെ ഞങ്ങളെ പിറ്റേ ദിവസം ഞങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ അപ്പം വന്ന് അതിനെ വലിച്ചേറി കളഞ്ഞു.
ഞങ്ങളൊക്കെ ചവിട്ടി, അമ്മയെ അടിച്ചു, ഉപദ്രവിച്ചു, അമ്മയോട് പൊട്ടിടാൻ പറഞ്ഞു, അമ്മയോട് അതൊരു പൂ വയ്ക്കാൻ പറഞ്ഞു, അമ്മയോട് പുറത്തിറങ്ങണമെങ്കിൽ നിങ്ങൾ ഇതിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞു, ഒരു ഒരു പ്രാർത്ഥനയ്ക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിനകത്ത് പൂട്ടിയിട്ടു. വളരെ പ്രതികൂലമായ അനുഭവത്തിൽ ആയിരിക്കുന്ന സമയത്ത് അമ്മയാണ് വാതിൽ തുറക്കുന്നെങ്കിൽ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി ആയിരിക്കും അപ്പം അകത്തോട്ട് കയറുന്നത്. അതുപോലെ ക്രൂരമായി, ഒരുപക്ഷെ ഞങ്ങളെ ഉപദ്രവിക്കാൻ കഴിയാത്തത് കൊണ്ട് ക്രൂരമായി ഞങ്ങളെ അടിക്കുമായിരുന്നു, അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു, അമ്മയോട് തിരികെ മാറി വരാൻ പറയുമായിരുന്നു. അങ്ങനെ അടുത്തൊരു 3 വർഷം എൻ്റെ അപ്പൻ വളരെ ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അതുവരെ അനുഭവിക്കാത്ത. എൻ്റെ അമ്മ എൻ്റെ അപ്പനെ കാണുമ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾക്കൊരു തൊഴുത്തുണ്ട്, ആ തൊഴുത്തിനകത്ത് കയറി പൂട്ടിയിരിക്കും. എവിടെ റോഡിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ അപ്പനോട് ആൾക്കാർ പലതും പറയും. അപ്പൻ ആയിരിക്കും വരുന്നത്. എൻ്റെ അമ്മ വീട്ടിന് ചുറ്റും ഓടിച്ചിട്ടടിക്കും. അടുത്ത വീട്ടിലൊക്കെ ചെന്ന് അഭയം പ്രാപിച്ച് അവർ പറയും, നിനക്ക് നാണമില്ലേ, നീ ഇത് ക്രിസ്ത്യാനിറ്റിയും തള്ളിപ്പറഞ്ഞിട്ട് അവൻ പറയുന്ന കേക്ക്, നിനക്കൊരു ഇതില്ലേ. എൻ്റെ അമ്മയെ നോക്കി എൻ്റെ അപ്പം പറയും, 2 കുഞ്ഞുങ്ങളെയും ഈ ചെറുപ്പക്കാരെ നീ വഴിതെറ്റിച്ചു, അവർ നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുവാനും കളിയാക്കുവാനും ഒക്കെ ഇടയായി. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എൻ്റെ അമ്മയുടെ ശക്തമായ പ്രാർത്ഥന, അന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും സ്നാനപ്പെട്ടു. ഒരിക്കലും എൻ്റെ അപ്പൻ ഞങ്ങളുടെ പഴയ ജാതകങ്ങളെല്ലാം അപ്പൻ്റെ കുടുംബ വീട്ടിൽ പോയി എല്ലാം തപ്പിയെടുത്തുകൊണ്ട് വന്ന് ഒരു ആളിനെ കാണാൻ പോയി. അപ്പൻ്റെ തന്നെ സ്നേഹിതനായ, വളരെ പ്രഗത്ഭനായ, പ്രശസ്തനായ ഒരു വ്യക്തിയെ കാണാൻ പോയി. അവിടെ ചെന്ന് ഇതൊക്കെ നോക്കുമ്പോൾ, പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ 2 മക്കൾക്കും ദീർഘായുസ് കാണുന്നില്ല, അവർ ജീവനോടെ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അപ്പം പറഞ്ഞു, ഞാനിപ്പം കണ്ടിട്ട് നീ എന്ത് മാന്ത്രികനാണ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. എന്നാൽ തിരിച്ചു വന്നപ്പോൾ അപ്പം പറഞ്ഞു, ഇങ്ങനെ ഒരുത്തം പറഞ്ഞു, നിങ്ങൾ 2 മരിച്ചു എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, വാസ്തവത്തിൽ അത് ശരിയാണ്. കാരണം ഞങ്ങൾ മരിച്ചു, ക്രിസ്തുവിൽ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഒരു സ്ഥാനപ്പെട്ട ഒരു വ്യക്തി കയറി വരുമ്പോൾ ഹല്ലേലൂയ, അവന്റെ പഴയ ജാതകത്തിനകത്ത് പോലും അവന്റെ പേരില്ല, അഡ്രസ്സില്ല, അല്ലെങ്കിൽ അത് തെളിയുന്നില്ല. അത്ര മാത്രം ആ ഒരു രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന്റെ പ്രാധാന്യം എന്തെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഞങ്ങൾ അപ്പനോട് പറഞ്ഞു, ഞങ്ങൾ വാസ്തവമായി മരിച്ചു, പഴയ ഷിജു മരിച്ചു, പഴയ ശ്രീജു മരിച്ചു, അല്ലെങ്കിൽ പഴയ ജാതകത്തിൽ എഴുതിയിരുന്നത് മുഴുവൻ മരിച്ചു. ഇപ്പോൾ ഞങ്ങൾ പുതിയൊരു പുസ്തകത്തിനകത്ത് ഞങ്ങളുടെ പേരെഴുതി, ജീവന്റെ പുസ്തകത്തിനകത്ത് ഞങ്ങളുടെ പേരെഴുതി. അല്ലെങ്കിൽ അതുകൊണ്ടാ ആ പുസ്തകത്തിൽ കാണാത്ത, അല്ലെ അയാൾക്ക് വെളിപ്പെടാത്തത്. അതുകൊണ്ടാ പിശാചിന് ഞങ്ങളെ ഹല്ലേലൂയ ഇപ്പോൾ കാണാൻ കഴിയുക. കാരണം ഞങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു, ഞങ്ങളെ ക്രിസ്തുവിൽ അവൻ മറച്ചിരിക്കുന്നു. അവൻ ഞങ്ങളെ, ഇന്ന് വചനം കേട്ടതുപോലെ, അവൻ ഞങ്ങളെ ഉയരത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഓ സ്തോത്രം! എത്ര പേർ സ്തോത്രം പറയും? ഹല്ലേലൂയ! എത്ര വലിയ പദവിയാണ്, എത്ര വലിയ പ്രാഗൽഭ്യമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയതെന്ന് ഓർക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ! ഒരുവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ കലക്ക വെള്ളത്തിൽ മുങ്ങി എഴുന്നേൽക്കുന്ന അനുഭവമല്ല, അതിനപ്പുറമായി ആത്മീയ അനുഭവങ്ങളുണ്ട്. ഞങ്ങൾക്കെതിരായി മന്ത്രവാദം ചെയ്ത് പൈശാചിക ശക്തികൾ അന്വേഷിച്ചു വരുമ്പോൾ ഞങ്ങൾക്കത് ഭരിക്കാത്തതിന്റെ കാരണം അവന്റെ പേരിൽ, ഞങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ ഞങ്ങളെ അവന് കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവന് പിശാചിന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇന്നും ഞങ്ങളുടെ നാടും പേരും ഒക്കെ പറഞ്ഞ് മന്ത്രവാദം ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, പിശാച് ഞങ്ങളെ തേടി വന്നിട്ട് തിരികെ പോയി പറയും, ആ വീട്ടിൽ അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടില്ല, അവിടെ അല്ലെങ്കിൽ യേശുവിനെ ധരിച്ച വ്യക്തിയെ കണ്ടു, ക്രിസ്തുവിനെ നാം ധരിച്ചിരിക്കുന്നു, അതുകൊണ്ട് നാം ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ടാ ഒരു പോരാട്ടവും നമുക്ക് ഫലിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവൻ ഇസ്രായേലിന്റെ പരിപാലകൻ, നിന്നെ ക്രിസ്തുവിൽ മറച്ചിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ പോരാട്ടം, ബന്ധനമെന്ന് പറഞ്ഞ് നടക്കരുത്. അല്ലെ, ഒന്നും നിന്നെ തൊടുകയില്ല, ഒന്നും നിന്നെ ബാധിക്കുകയില്ല. കാരണം ഹല്ലേലൂയ, നിന്റെ അടുക്കൽ വരുന്ന പിശാച് കാണുന്ന നിന്നെയല്ല, അല്ലെങ്കിൽ നീ ധരിച്ചിരിക്കുന്ന യേശുവിനെയാണ് കാണുന്നത്. ഓ സ്തോത്രം, സ്തോത്രം, സ്തോത്രം! ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം! എന്നെ കേൾക്കുന്ന ദൈവവേദലേ, എന്റെ ടൈം അവസാനിച്ചോ?
ഇല്ല, ആ ഓക്കെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവവേദലേ, ഹല്ലേലൂയ. ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും എൻ്റെ അമ്മയുടെ ഒറ്റ പ്രാർത്ഥനയായിരുന്നു, ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് സ്നാനപ്പെടും. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ അതിന് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കഞ്ഞി ആഹാരം വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ വരുന്ന മുട്ടുമുടക്കി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പം വരുന്നതിന് മുമ്പേ ഓടി അല്ലെങ്കിൽ അതിനകത്ത് കയറും. കാരണം ഏത് സമയത്ത് എപ്പോഴാണ് ഇപ്പോൾ വൈലൻ്റ് ആകുന്നതെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചാലും ആൾക്കാർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അപ്പൻ ഒരു ദിവസം വന്ന് പറഞ്ഞു, ഇനി 3 വർഷമായപ്പോൾ അപ്പോൾ ഒരു ദിവസം വന്ന് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോട് കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് എൻ്റെ ദൈവങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിട്ടു പോകാൻ പോവുകയാണ്. എൻ്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് പഴയ ശാന്താകുമാരിയെ മതി, എനിക്ക് ക്രിസ്ത്യാനിയായ ശാന്താകുമാരിയെ വേണ്ട, ഞാൻ എൻ്റെ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ്. അന്ന് എൻ്റെ അമ്മ അപ്പൻ്റെ കാലയിലോട്ട് വീണിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ ഒരിക്കലെങ്കിലും ചർച്ചിലേക്ക് വരണം, ഈ ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. ഈ ദൈവം അപ്പം പറഞ്ഞു, നിനക്ക് എന്നെക്കാളും വലുതാണോ യേശു? അമ്മ പറഞ്ഞു, ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നു, ഞാനും ഈ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കുന്നത് ആ കർത്താവിനെ കരുതിയ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കാണുകയില്ല, ഒരിക്കലെങ്കിലും എൻ്റെ ആഗ്രഹമാണ്, ആവശ്യം. നിങ്ങൾ വിദേശത്തായിരുന്നപ്പോൾ ഒരു ആവശ്യവും ഞാൻ ചോദിച്ചിട്ടില്ല ഒരിക്കലും. എൻ്റെ അപ്പൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ഞങ്ങളുടെ അവിടെ ഇതില് ഒരു 10 ദിവസത്തെ പവർ കോൺഫറൻസ് നടക്കുക. എൻ്റെ അപ്പം ഒരു ഓണ സീസണൊക്കെയാണ്. എൻ്റെ അപ്പൻ അന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വേണമെങ്കിൽ 10 ദിവസവും വരാം, പക്ഷെ ഈ ദൈവം എന്നെ തൊട്ടാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഈ ദൈവം എന്നെ തൊട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരാൻ, ക്ഷേത്രത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണോ? ഇത് ഭയങ്കര ഒരു ചലഞ്ചായിരുന്നു. അപ്പോ ആ ചലഞ്ചിന്റെ മുമ്പിൽ അമ്മ പറഞ്ഞു, ശരി, കാരണം അത്ര ഞങ്ങൾക്ക് ഉറപ്പാണ്, ഈ ദൈവം സർവശക്തനാണ്, തൊടുവാൻ ശക്തനാണ്. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഹൃദയം കല്ലുപോലത്തെ ഹൃദയമാണ്, ക്രൂരമായ ഹൃദയമാണ്. അന്ന് ഈ അപ്പനും ഞങ്ങളും എല്ലാവരും കൂടെ ആ മീറ്റിങ്ങിനായിട്ട് കടന്നുപോയി. അവിടെ താമസിക്കണം. അവിടുത്തെ ഒരു ദിവസം 10 ഇങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അപ്പന് യാതൊരു അനക്കവുമില്ല. ഇവിടെ ആരാധന കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ അമ്മ ശക്തമായി നൃത്തം ചെയ്ത് ചാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഇറങ്ങി വന്ന് അമ്മയുടെ ചുവട്ടിൽ അടിക്കും, അടങ്ങിയിരിക്കടി, നീ എന്തിനാ ഇവിടെ കിടന്ന് തുള്ളുന്നെന്ന് കരുതി. അങ്ങനെ ഈ ആരാധനയൊക്കെ പരിഹസിച്ച് എൻ്റെ അപ്പൻ അവിടെ നിന്നും ഒക്കെ നാട്ടിൽ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ഞാൻ ഈ ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും, നിങ്ങളുടെ ക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ റെഡിയാക്ക്, ഒരു വിഷയമില്ലാതെ എൻ്റെ ഭാര്യയും മക്കളും മടങ്ങി വരാൻ പോവുക, ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നൊക്കെ പറയുമായിരുന്നു. എന്നാൽ 9ാമത്തെ ദിവസം ഒരു മീറ്റിങ്ങിൽ ഒരു സിസ്റ്റർ കയറി തൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടു. ഏറ്റവും പുറകിലിരുന്ന അലക്ഷ്യമായിരുന്ന എൻ്റെ അപ്പൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് തൊടാൻ തുടങ്ങി. അതിൻ്റെ ഓട്ടോക്കോൾ വിളിക്കുമ്പോൾ ഞങ്ങളെല്ലാം കണ്ണടച്ച് നിൽക്കുക. ഞങ്ങൾ കണ്ണു തുറക്കുമ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ട് ഞങ്ങൾ കണ്ണു തുറക്കുമ്പോൾ അത് എല്ലാ കസേരകളൊക്കെ ബെഞ്ചും ഒക്കെ തകർത്തുകൊണ്ട് രാമേന്ദ്രൻ നായർ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് കവണ്ണ് വീണ് ദൈവത്തെ സ്തുതിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി പകർച്ച എൻ്റെ അപ്പൻ്റെ മേൽ ഇറങ്ങി വന്നു. അന്ന് വരെ കളിയാക്കിയതും 9 ദിവസവും മറ്റുള്ളവർ ആരാധിച്ചതിനപ്പുറമായിട്ട് 2-3 മണി ആർക്കും പിടിച്ചു നിർത്താൻ പോലും പറ്റാത്തതുപോലെ ദൈവശക്തി ഇറങ്ങി വന്ന് അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിൽ എൻ്റെ അപ്പൻ തുള്ളി ചാടി മറിഞ്ഞ് ആരാധിക്കുവാൻ തുടങ്ങി. ഒന്നാം 10 ദിവസത്തെ ലാസ്റ്റ് ദിവസം സ്നാനത്തിന് ഒത്തിരി പേര് നിൽക്കുക. അല്ലെങ്കിൽ എൻ്റെ അമ്മ അവിടെ എല്ലാം എൻ്റെ അപ്പനെ അന്വേഷിച്ചു കാണാനില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, സ്നാനപ്പെടാൻ നിൽക്കുന്നവരിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് എൻ്റെ അപ്പനായിരുന്നു. അമ്മയും അപ്പനുമായി ഒരുമിച്ച് ഹല്ലേലൂയ സ്നാനം സ്വീകരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ഭവനത്തെ സ്വർഗഭവനമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റി. ഞങ്ങളുടെ ജീവിതത്തെ സ്വർഗം മാറ്റി. ഞങ്ങളുടെ തകർച്ചകളെ ദൈവം മാറ്റി. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്ത് ദൈവം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒത്തിരി തുടർന്നുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ വീടും ഒക്കെ വിറ്റ് കടം തീർത്ത് കുടുംബമായി കർത്താവിന്റെ 5000 രൂപ മാത്രം മിച്ചം വന്നു. അതുമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് 2003 കുടുംബമായിട്ട് ഇറങ്ങിയതാ.
ട്രിവാൻഡ്രം വിട്ട് തൊടുപുഴ വന്നു. ഹല്ലേലൂയ. ഒന്നുമില്ല, വാടക വീട്ടുകളിൽ കിടന്നു. പിന്നെ 15 വർഷത്തോളം വാടക വീട്ടുകളിൽ കിടന്നു. ഞങ്ങൾ കുടുംബം ഞങ്ങളാൽ അറിയുന്ന തരത്തിലൊക്കെ കർത്താവിൻ്റെ വേലകളൊക്കെ ചെയ്തു. ദൈവം തിരികെ ഞങ്ങളെ ട്രിവാൻഡ്രത്ത് 2012 മടക്കി കൊണ്ടുവന്നു. സഭാ ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാവ് പറഞ്ഞു. നെടുമങ്ങാട് എന്ന പട്ടണത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ചു, സഭാ ശുശ്രൂഷ ആരംഭിച്ചു. ഭയങ്കര മറക്കളൊക്കെ പറഞ്ഞതിന് തീരെയില്ല. അല്ലെങ്കിൽ ആ ശുശ്രൂഷകളെ ദൈവം വർദ്ധിപ്പിച്ചു. ഇന്ന് നെടുമങ്ങാട് ടൗണിൽ സഭയുണ്ട്. ഏകദേശം 2000-ഓളം പേര് ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബക്കാർ, ബന്ധുക്കൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ജാതിയിൽപ്പെട്ടവർ, മുസ്ലിങ്ങൾ, പല ഭാഗത്തിൽപ്പെട്ടവരെ നെടുമങ്ങാട് ടൗണിനകത്ത് KFM കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രീസ് എന്ന പേരിൽ ഒരു മിനിസ്ട്രി ആരംഭിപ്പാൻ ഞങ്ങൾ കുടുംബമായിട്ട് ട്രസ്റ്റ് രൂപീകരിച്ച് മിനിസ്ട്രി ആരംഭിപ്പാൻ സ്വർഗത്തിൻ്റെ ദൈവം സഹായിച്ചു. ഈ കഴിഞ്ഞ 12 വർഷമായി, 2012 മുതൽ 2025 ആകുമ്പോൾ ഇന്ന് 10 ബ്രാഞ്ചുകളുള്ള ട്രിവാൻഡ്രം സിറ്റിയിൽ ഞങ്ങൾക്ക് 250-ലധികം പേർ കൂടുന്ന ചർച്ചുണ്ട്. പാലോട്, വിതുര, കാട്ടാക്കട, വെള്ളറട, കാരേറ്റ്, അങ്ങനെ ഹല്ലേലൂയ, കഴക്കൂട്ടം, അങ്ങനെ പല ഭാഗങ്ങളെ, കോവളം, ഇങ്ങനെ ഭാഗങ്ങളിലായി ബ്രാഞ്ച് ചർച്ചസുകൾ ആരംഭിപ്പാൻ 25-ലധികം ഫുൾ ടൈം പാസ്റ്റേഴ്സും ശുശ്രൂഷകരും 100-ലധികം ലീഡേഴ്സുമായി നെടുമങ്ങാട് ഏത് പട്ടണത്തിൽ ഞങ്ങൾ തകർന്നു പോകും, അതേ പട്ടണത്തിൽ ദൈവം ഇന്ന് ഞങ്ങളെ സകല നന്മകളാലും അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടു, സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, ബന്ധുക്കൾ നഷ്ടപ്പെട്ടു, ചർച്ചക്കാർ നഷ്ടപ്പെട്ടു. പക്ഷേ അതിന് വചനം പറഞ്ഞ എന്നെ പിൻപറ്റുന്നുവെങ്കിൽ നിനക്ക് 100 മടങ്ങായി മടക്കി തരുമെന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾ ഹല്ലേലൂയ അതേ പട്ടണത്തിൽ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഇരട്ടിയായി വീടും നന്മകളും ആത്മാക്കളെയും തന്ന് ദൈവം ഞങ്ങളെ മാനിച്ച് ആ പട്ടണത്തിൽ നിർത്തിയിരിക്കുക. എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഈ ദേശങ്ങളൊക്കെ സന്ദർശിക്കുവാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന്, ഞാൻ ഇവിടെ ഡാലസിൽ ഇരിക്കുമ്പോൾ ഞാൻ പറയുക, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും, എൻ്റെ രക്തബന്ധങ്ങളോ ആരും ഇവിടെയില്ല. എനിക്ക് ആരും എൻ്റെ കുടുംബക്കാരെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഈ അമേരിക്കക്കാർ കിട്ടുന്നത്. ആ ദൈവം അനേക രാജ്യങ്ങളിൽ പോകാൻ, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളിൽ 40-ലധികം പ്രാവശ്യം പോകാൻ ഒക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ദൈവം ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിച്ച് ഇന്ന് പട്ടണ മധ്യത്തിൽ ഉയർത്തി നിർത്തുമ്പോൾ ഒന്നെനിക്ക് പറയാൻ കഴിയും, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. തകർച്ചയിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ഞങ്ങളുടെ സ്വർഗം വിടുവിച്ച് ഇന്ന് ആ പട്ടണ മധ്യത്തിൽ, ഇന്ന് ഞങ്ങളുടെ ബന്ധുക്കൾ പറയും, ഒരു നാൾ പറഞ്ഞു ഇവർ ശാപത്തിലുള്ളവരാ, ഇവർ വീട്ടിൽ കയറ്റതെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളൊന്ന് വീട്ടിൽ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ബന്ധുക്കളെ കാണാൻ കഴിയും. ഇവർ ഞായറാഴ്ച ഒരു മരണം വന്നാൽ പോലും അടക്കം വെക്കുകയില്ല, ഒരു ഞായറാഴ്ച ഒരു കല്യാണം വെക്കുകയില്ല. കാരണം ഞങ്ങളെ കിട്ടുകയില്ല. ഞങ്ങളുടെ ഡേറ്റ് ചോദിച്ച് ഇത് തീരുമാനിക്കുന്ന അനുഭവത്തിലേക്ക് ശാപം നിറഞ്ഞ, നിങ്ങളെ ഞങ്ങളുടെ ബന്ധുക്കളെന്ന് പറയാൻ പോലും ഞങ്ങൾക്ക് നാണമാണെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അതേ പട്ടണത്തിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് മാനിച്ചത്. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്ത് മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ദൈവം അവിടെ ഒരു വീടൊക്കെ തന്ന് അനുഗ്രഹിച്ച് ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് മാനിച്ച് നീ ദൈവം ഉയർത്തി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ എത്ര വലിയവനാണെന്ന് ഹല്ലേലൂയ രുചിച്ചറിയുമേ. നമ്മുടെ ഹല്ലേലൂയ മുമ്പേ അവന്റെ രാജ്യവും നിരെ നമ്മുടെ ഈ ആയുസ്സിൽ നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ, കർത്താവിന് വേണ്ടി ചുവട് വെച്ചാൽ, ഹല്ലേലൂയ പത്രോസ് ചോദിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ പത്രോസിനോട് യേശു പറഞ്ഞു, നിങ്ങളുടെ നിലങ്ങളെ, ബന്ധുക്കളെ, സാക്ഷ്യക്കാരെ വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 100 മടങ്ങായി, അതിനേക്കാൾ ഉപരിയായി യേശു പറഞ്ഞു നിത്യജീവനെ നീ അവകാശമാക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ ലൈഫിനകത്ത് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഈ ഒരുപക്ഷെ എന്നോ നശിച്ച്, ആത്മഹത്യ ചെയ്ത് നശിച്ച് നരകത്തിന് ആയിരുന്ന ഞങ്ങളുടെ ഈ തമ്പുരാൻ തേടി വന്ന് രക്ഷിച്ച് വിടുവിച്ചത് നിത്യജീവൻ അവകാശികളാക്കി മാറ്റി. ഇന്ന് രാമചന്ദ്രൻ നായരെന്ന് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ എൻ്റെ അപ്പൻ്റെ പ്രസംഗം കാണാം. ശാന്താമത് എന്ന് പറഞ്ഞ് അടിച്ചാൽ നിങ്ങൾക്ക് അമ്മയുടെ സാക്ഷ്യവും മെസ്സേജുകളും കാണാം. സഭയിൽ ഞങ്ങൾ എല്ലാവരും കുടുംബമായി, എൻ്റെ വൈഫും ശുശ്രൂഷയിലാണ്. എല്ലാവരും ഞങ്ങൾ, എൻ്റെ ചേട്ടൻ ട്രിവാൻഡ്രത്ത് കവടിയാറുള്ള സഭയ്ക്ക് നേതൃത്വം വഹിക്കുന്നു. ഞങ്ങൾ KFM കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രി എന്ന് പറഞ്ഞ് വിവിധ മേഖല, നോർത്തിന്ത്യയിലും വിവിധ ഭാഗങ്ങളിലായി എൻ്റെ ശുശ്രൂഷകളെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഞങ്ങളുടെ അതേ അനുഭവത്തിലായിരിക്കുന്ന അനേകരെ കീഴിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. നിശ്ചയമായും ഈ പ്രയർ ലൈൻ ഞങ്ങളെ ഓർക്കണം, മറക്കരുത്.
വളരെ പ്രതികൂലങ്ങളുടെ മുമ്പിലാണ്, വെല്ലുവിളികളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അന്ത്യത്തോളം വിശ്വസ്തരായിരുന്നു കൊണ്ട് ജീവന്റെ കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് ഈ ഡാലസ് പ്രയർ ഗ്രൂപ്പും അത് ആ സന്ധ്യാശിഷ്യുടെ പ്രയർ ഗ്രൂപ്പും ഒക്കെ എന്നെ ഓർക്കും. ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർക്കണം, കിങ്ഡം ഫസ്റ്റ് മിനിസ്ട്രീസിനെ ഓർക്കണം, ഞങ്ങളുടെ ഓർക്കണം, പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. അതോടെ എനിക്ക് ഈ അവസരം നൽകിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, പ്രേരണയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവരുടെ പ്രാർത്ഥനകൾ വൃഥാവായി തീരുകയില്ല. ജീവിതങ്ങളെ മാറ്റുവാൻ, കുടുംബങ്ങളെ മാറ്റുവാൻ, തലമുറകളെ ഹല്ലേലൂയ ചേഞ്ച് ചെയ്യുവാൻ ഈ അന്ത്യകാലഘട്ടത്തിൽ ഞങ്ങളെപ്പോലെ അനേകർ ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ കാരണമായി തീരട്ടെ. ഈ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകൾക്ക് ബാക്ക് ബോണായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അത് ഞങ്ങളുടെ നിലനിർത്തുന്നതായി തീരട്ടെ. ഈ പ്രാർത്ഥനകളിലൂടെ അനേക ജീവിതങ്ങൾ രൂപാന്തരപ്പെടട്ടെ, അനേക കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സമാധാനം ഇറങ്ങട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ആരെങ്കിലും മനസ്സ് തകർന്നോ ഭാരത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന I pray in the name of Jesus, സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. Right now, ദൈവ സാന്നിധ്യം ഈ ഓരോ ഭവനങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ, ഈ പ്രഭാതത്തിൽ കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ. എന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന നിത്യ സമാധാനത്തെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനം പ്രാപിക്കുക, അഭിഷേകത്തിന്റെ ശക്തി പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എഴുന്നേൽക്കട്ടെ. പ്രാർത്ഥനയുടെ അഭിഷേകം ജീവിതങ്ങൾക്കകത്ത് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പോരാടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കൃപയെ റിലീസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ ചരിക്കട്ടെ. വിശ്വസിക്കുന്നു സാധാരണ വിടുതലുകൾ ഈ പകലിൽ സംഭവിക്കുകയാണ്. രോഗങ്ങൾ വിട്ടുമാറട്ടെ, ആർത്രൈറ്റിസുകൾ സൗഖ്യമാകട്ടെ, ഹീലാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ, ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ. അല്ലെങ്കിൽ തലമുറകളെ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. അല്ലെങ്കിൽ തലമുറകളുടെ വിഷയവുമായി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തിൽ അത്ഭുതത്തെ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ പോകും. സ്തോത്രം ചെയ്യുന്നു, ബ്ലസ് ചെയ്യുന്നു. നസറായനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.